നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കാത്തിരുന്നൊരു പ്രഖ്യാപനമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനെ കുറിച്ച് വളരെ വിശദമായി നോക്കാം. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുന്ന ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയത് എടുക്കാം, നിലവിലുള്ള കാർഡ് എങ്ങനെ പുതുക്കാം, മറ്റ് അംഗങ്ങളെ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. നമ്മുടെ കുടുംബത്തിൻ്റെ ബജറ്റ് താഴ്ന്നെത്തിക്കുന്ന ഇത്തരം ചിലവുകൾക്ക് തടയിടാൻ വേണ്ടിയിട്ടായിരുന്നു ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. സർക്കാർ ഈ പദ്ധതി തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ളൊരു കാർഡായിരുന്നു നമുക്ക് ലഭിച്ചത്. ഈ കാർഡിൽ ചിപ്പുള്ള ഈ കാർഡിൽ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ ഫോട്ടോ വെച്ച് മറ്റ് 5 അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു തുടങ്ങിയിരുന്നത്. അതിനുശേഷം ഓരോ വർഷവും ഈ ഒരു കാർഡ് പുതുക്കണം. അത് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾ, മറ്റ് പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് ക്യാമ്പുകൾ ചെയ്തായിരുന്നു ഈ കാർഡ് എടുത്തിരുന്നത്. അതിനുശേഷം കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് ഓരോ വർഷവും കറക്റ്റായി തന്നെ പുതുക്കണം ആവശ്യമുണ്ടായിരുന്നു. 2010-12 കാലഘട്ടങ്ങളിലെ പുതുക്കി പോകുന്ന ആളുകൾക്ക് കൊറോണയ്ക്ക് മുമ്പ് തന്നെ ഈ ഒരു കാർഡ് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറി. പിന്നീട് ഇങ്ങോട്ട് ഈ കാർഡിൽ കാര്യമായിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അവസാനം വന്നൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡ് പുതിയത് എടുക്കാമെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ കൂടി വരികയാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ വരുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ മറ്റംഗങ്ങളെ ഈ കാർഡിലേക്ക് ചേർക്കുകയും അതിനുശേഷം ഓൺലൈനിൽ നിന്നും അവർക്ക് ഈ കാർഡിൻ്റെ പ്രിൻ്റ് ലഭിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ലാമിനേഷൻ ചെയ്തപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത് ഈ കാർഡ് കൈവശമുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ പേരുള്ള മറ്റംഗങ്ങളെല്ലാം ഈ കാർഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ഇതിനൊരു കൗണ്ടർ ഉണ്ടായിരിക്കും, ഒരു കിയോസ്ക് ഉണ്ടായിരിക്കും. ആ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബത്തിലെ മറ്റംഗങ്ങളെ ഇതിലേക്ക് ചേർക്കുകയും അവർക്ക് സ്വന്തമായി ഒരു കാർഡ് ലഭിക്കുകയും ചെയ്യും. പിന്നീട് അവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ പരീക്ഷ ഈ കാർഡ് മുഖേന അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെയും ഈ കാർഡിൽ ചേർക്കാനുള്ള അപ്ഡേഷൻ വരും ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിലവിൽ നിങ്ങൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് മുമ്പായി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആധാർ അനിശ്ചിതമാക്കിയായിരിക്കും ഈ ഒരു കാർഡ് ഉണ്ടായിരിക്കുക. ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും പേരുകൾ, അതുപോലെ തന്നെ ആധാർ കാർഡിലെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ, ഈ കാർഡ് ലഭിക്കുകയുള്ളൂ. മറ്റു ചിലപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ ചിലപ്പോൾ ഈ ഒരു കാർഡ് പുതിയത് എടുക്കുന്ന അപ്ഡേഷനും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു കാർഡുകൾ ലഭിക്കുക. അങ്ങനെ കാർഡ് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ചുവപ്പ് മഞ്ഞ റേഷൻ മാറാൻ അവസരമുണ്ട്. ഈ മാസം ആദ്യം പറഞ്ഞിരുന്നത് 15-ാം തീയതി വരെ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 28-ാം തീയതി വരെ തീയതി മാറ്റിയിട്ടുണ്ട് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ. അങ്ങനെ നിങ്ങൾ അർഹതയുള്ള ആളുകളാണെങ്കിൽ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറി വെക്കുക. കാർഡിന് ആനുകൂല്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാം, ക്യാമ്പുകളിലായാലും ശരി അല്ലെങ്കിൽ അക്ഷയ ഓൺലൈൻ സെൻ്ററുകളിലായാലും ശരി നല്ല തിരക്കായിരിക്കും. അങ്ങനെ സമയങ്ങളിലേക്ക് കാത്തു നിൽക്കാതെ നമ്മുടെ രേഖകളെല്ലാം ക്ലിയറാക്കി വെക്കുക. എന്നാൽ സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്ന സമയത്ത് നമുക്ക് ഈ കാർഡ് എടുക്കുകയും പിന്നീട് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.